പ്രവാസികളുടെ ജീവിതം ഞാൻ നേരിട്ട് കണ്ടവനാ. ദുബൈയിൽ പ്രഭാഷണത്തിന് പോകുമ്പോ, ഖത്തറിൽ പോകുമ്പോ, ബഹ്റൈനിൽ പോകുമ്പോ എത്രയോ പ്രവാസികൾ അവൻ ഇവിടെ വരുമ്പോ അവൻ അത്തറിന്റെ സുഗന്ധമുണ്ട്, അവന്റെ മുഖത്ത് നല്ല പൗഡറിന്റെ പേരാണ്, അവന്റെ മുഖത്ത് മുമ്പ് യാർലിയുടെ പൗഡറിന്റെ സുഗന്ധമുണ്ട്. പക്ഷേ ഞാൻ ഖത്തർ ദുബൈയിൽ പ്രഭാഷണത്തിന് പോയപ്പോ മലപ്പുറത്തുകാരനായ ഒരു സഹോദരൻ ഉസ്താദേ, കാസറ്റ് കേൾക്കാതെ ഉറങ്ങാത്ത ദിവസമില്ല, എന്റെ റൂമിലൊന്ന് വരണേ. ഞാൻ റൂമിൽ പോയി വലിയ ഒരു കാഴ്ചപ്പാടുണ്ട് എനിക്ക്. പക്ഷേ പ്രവാസിയുടെ റൂമിൽ കയറിയപ്പോ സഹോദരങ്ങളെ ഒരു കട്ടിലിന് 6 തട്ടാണ്, മത്തി അടുക്കിയതുപോലെ അയലടുക്കിയതുപോലെ ഒരു സ്റ്റൗവും കരിഞ്ഞ ചട്ടിയും വെച്ച് ഒരു നേരം ഭക്ഷണം കഴിച്ച് ആ പ്രവാസി എന്നോട് പറഞ്ഞു, ഉസ്താദേ പ്രവാസികൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, പ്രവാസികൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. കാരണം പാതിരാ സമയത്ത് ഡ്യൂട്ടിയും കഴിഞ്ഞ് കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ചായ കൊടുക്കാൻ പെങ്ങളെ ഭാര്യയില്ല, മക്കളില്ല. ഓടുന്ന വടിയിൽ എവിടെ നിന്നെങ്കിലും ഒരു ഉണക്ക കുബൂസ് നിന്ന് ഓടുന്ന വടിയിൽ യജമാന ചാട്ടവാറ് കൊണ്ടടിക്കുമ്പോ വിശപ്പ് കാരണത്താല് പുല്ല് കടിക്കുന്ന പശുവിനെ പോലെ പ്രവാസി കറവ പശുവല്ലേ. സഹോദരങ്ങളെ പ്രവാസിക്ക് വേണ്ടി കൊടുക്കാനതല്ലേയുള്ളൂ. ആ പെണ്ണിനോടുള്ള സതുപദേശമായി പോകുന്ന വഴിയിൽ ഉണക്കറൊട്ടിയും കടിച്ചുകൊണ്ട് ഓടുന്നതിന്റെ ഇടയിൽ ഭക്ഷണമില്ല. ആ പാവപ്പെട്ട ഭർത്താവ് ഇങ്ങനെ കിടന്നിട്ട് മാസാമാസം പൈസ അയച്ചു കൊടുക്കുമ്പോ പെട്ടോടോറിന്റെ ഉച്ചിട്ടം വീട്ടിലേക്ക് വന്ന് കുമിഞ്ഞുകൂടുമ്പോ പാതിരാ സമയത്ത് മിസ്കോളിലൂടെ പരിചയപ്പെട്ട രഹസ്യകാമകനുമായി കാതോരം ചേർത്ത് രഹസ്യ സംഭാഷണം നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, അള്ളാഹു കൈപിടിച്ചേൽപ്പിച്ച ഭർത്താവിനെ കൈവിട്ടിട്ട് രഹസ്യകാമകനുമായി സല്ലപിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് എന്തിനു വേണ്ടിയെന്നറിയോ? ചുറ്റുപടുത്ത് നാറിക്കിടക്കുന്ന ഒരു കുതിരയുടെ ശവശരീരത്തിന്റെ വില പോലുമില്ലാത്ത എന്റെ പടച്ചറപ്പിന് ഭയമില്ലേ? എന്റെ പടച്ചറപ്പിനെ പേടിയില്ലേ? ഈ സൗന്ദര്യമെന്ന് നിലനിൽക്കുമെന്നാണോ? ഈ ശരീരമെന്ന് നിലനിൽക്കുമെന്നാണോ? പൊന്നുമോളെ കയ്യിലൊരു കോടിയുടെ പണവും വെച്ചുകൊണ്ടുവന്ന് സ്ലിം ബ്യൂട്ടി ആയിട്ട് നിന്നെ ആകർഷിച്ച നിന്റെ മന്ദ എന്തേ? ആ മന്ദയ്ക്കും ക്യാൻസർ ആണ്. ചെറുപ്പക്കാരാ, ഒരു ഓവറിൽ 6 6 പുരത്തിയിട്ട് പൗരുഷത്തിന്റെ ഉടമയായ ഇന്ത്യക്കാർ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് എവിടെ? ആ മനുഷ്യനും തൊണ്ടക്കുടിയിലാണ് ക്യാൻസർ വന്നത്. 2.5 മണിക്കൂർ സിനിമാ കോട്ടയിലിരുത്തി നിന്നെ കുടുകിടാ ചിരിപ്പിച്ച നിന്റെ ജഗതി എവിടെ? വെന്റിലേറ്ററിൽ കിടന്ന് ജീവന് വേണ്ടി നിലവിളിക്കുകയാണ്. നിന്നെ വല്ലാതെ ചിരിപ്പിച്ചവൻ മരണത്തിന്റെ ദൂതന്റെ മുമ്പിൽ കരയുകയാണ്. വല്ലാതെ ഇക്കിളിപ്പെടുത്ത ഇരിങ്ങാലക്കുടൻ ഇന്നസെന്റ് എവിടെ? ഇന്നസെന്റിനും ക്യാൻസർ ആണ്. എന്തേ ചിന്തിക്കുന്നില്ല? ഒന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ആഖിറത്തിന് വേണ്ടി, ദുനിയാവിന് വേണ്ടി ആഖിറത്തിന് വിറ്റുകളയല്ലേ. നുറക്കി ദുനിയാന